നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഗായത്രി സുധാകരൻ. കഴിഞ്ഞ ദിവസം ഒരു കക്ഷിയുടെ അടുത്ത് നമ്മളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് അവർക്ക് വിവാഹമോചനമാണ് വേണ്ടത്. അപ്പോൾ സാധാരണ വിവാഹമോചനം വേണം എന്ന് വരുന്ന ഒരാളോട് ആദ്യം തന്നെ വിവാഹമോചനത്തിലേക്ക് കടക്കണം, അല്ലെങ്കിൽ വിവാഹമോചനം നിങ്ങൾക്ക് ശരിക്കും അനിവാര്യമാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ 100 തവണ ചോദിക്കാറുണ്ട്. അവർക്ക് ആലോചിക്കാനുള്ള സമയം കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും വിവാഹമോചന ഗ്രൗണ്ട്സിൽ പെടുന്ന കാര്യങ്ങളാണോ, അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് മാത്രവുമല്ല, അതിന്റെ വരും വരായികളെ പറ്റി, അതിന്റെ കോൺസിക്വൻസിനെ പറ്റിയിട്ട് ഫിനാൻഷ്യൽ ആണെന്നുണ്ടെങ്കിലും സൈക്കോളജിക്കൽ ആണെങ്കിലും ഇപ്പോൾ കുട്ടികളുടെ കാര്യമാണെങ്കിലും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ടും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വിവാഹമോചനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ നമ്മൾ കൂട്ടുനിൽക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും പല പ്രാവശ്യവും നമുക്ക് സംസാരിക്കേണ്ട സമയമുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു അവരുടെ ഹസ്ബൻഡിനെ അൺബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇടയ്ക്ക് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് അവർ അൺബ്ലോക്ക് ചെയ്തപ്പോൾ ഒരു മെസ്സേജ് വന്നു, ഐ മിസ് യു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. അപ്പോൾ അയാൾ എല്ലാ ദിവസവും അയക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവർ ആ സമയത്ത് അൺബ്ലോക്ക് ചെയ്തപ്പോൾ ആ മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ തിരിച്ചെന്താ അയച്ചത്, അതോ ഒന്നും അയച്ചില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ തിരിച്ച് ഒരു ലവ് സിമ്പിൾ അയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്തിനാ അത് ബ്ലോക്ക് മാറ്റിയത്? അപ്പോൾ എന്താണ്, പുള്ളി എന്തെങ്കിലും അയക്കുമോ, ഇടയ്ക്കിടയ്ക്കൊക്കെ അയക്കും, അങ്ങനെ വല്ലതും വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഷീ ഈസ് 32 years old ആൻഡ് ഷീ ഹാസ് 1 child, ഗേൾ ചൈൽഡ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരുടെ പേരൻസിൻ്റെ കൂടെയാണ് കഴിയുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യാതെ അയാളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചുകൂടാ? ഒരു പ്രശ്നം വീണ്ടും സോൾവ് ചെയ്യാൻ ഒരു കേസിലേക്ക് പോയി പിന്നെ കൗൺസിലിംഗ് ഒക്കെ പോകാതെ മനസ്സ് തുറന്ന് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അമ്മ അറിഞ്ഞ വഴക്ക് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയാണോ ഒരു കാര്യം ഡിസൈഡ് ചെയ്യുന്നത്? നിങ്ങൾ വിവാഹിതരാണ്, നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്, നിങ്ങൾക്കൊരു കുടുംബമായി, നിങ്ങളാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ പേരൻസ് ആണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയേ ചെയ്യത്തുള്ളൂ, പിന്നീട് ഒരു സപ്പോർട്ട് എൻ്റെ വീട്ടിൽ നിന്ന് വരത്തില്ല എന്ന്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹസ്ബൻഡും വൈഫും ഒക്കെ ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യുക. പേരൻസിനെയോ സിബ്ലിങ്സിനെയോ അനാവശ്യമായി ഇതിൽ ഇടപെടുത്താതിരിക്കുക. അവരുടെ ഈഗോയും കൂടി ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവത്തേ ഉള്ളൂ. അതുകൊണ്ട് പേരൻസ് ആണെങ്കിലും സിബ്ലിങ്സ് ആണെങ്കിലും പ്രത്യേകിച്ച് ആ കുട്ടിയോട്, അല്ലെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവരോട് കണക്ഷനുള്ള സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഒരു ഫാമിലി മാറ്ററിൽ അനാവശ്യമായി കയറി ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. അനാവശ്യമായി ഇടപെടുന്നവരുടെ വാക്കുകൾ കേൾക്കാതെ സ്വന്തം ഡിസിഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം.